വീടിക്കുറ്റിയുടെ ലക്ഷ്യം 150 കോടിയായിരുന്നു. മാർഗമോ കുറ്റിപിഴലും. എന്തോരം ഉത്സാഹവും ആവേശമായിരുന്നു കുറ്റിപിഴൽ. ഈ ആവേശത്തിൻ്റെ കിടപ്പുവശം ഇപ്പം മനസ്സിലായോ? എന്നാലും എൻ്റെ വീടിക്കുറ്റി സതീഷ, ഞങ്ങൾ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ഈ പാവം കേരള ജനതയോട് ഇത്രയും വേണമായിരുന്നു. ഈ കുറ്റി പിഴാൻ പോയ അണികൾ എന്ത് വിളിച്ചു? അല്ലേലും എരുമയ്ക്ക് ഡേഷ് കൊരുത്താൽ അമ്പട്ടൻ എന്താണല്ലേ. പാവം അണികൾ ഡേഷിൽ അടി കൊണ്ടത് മാത്രം മിച്ചം. ഈ ഡേഷ് കട്ടിയുള്ള പദങ്ങളൊന്നും എന്നെക്കൊണ്ട് പറയാൻ പറ്റില്ല. അത് നിങ്ങൾക്കായി ഞാൻ വിട്ടു തന്നിരിക്കുന്നു. വീടിക്കുറ്റിയുടെ ലക്ഷ്യം 150 കോടിയായിരുന്നു. മാർഗമോ കുറ്റിപിഴലും. കുറ്റി പിഴുക, തോട്ടിലുപേക്ഷിക്കുക, കുറ്റി ഇറക്കി ആ ലോറിയിൽ തന്നെ കുറ്റിയും തിരിച്ചയക്കുക, കുറ്റി പിഴുത സ്ഥലത്ത് വാഴ നടുക, എന്നിട്ട് വാഴ കുലച്ച പൂവൻകുല ലേലത്തിൽ വിളിച്ചത് 28,000 രൂപയ്ക്ക്. എന്തായാലും ആ 28,000 രൂപ കൊല ലേലത്തിൽ വിളിച്ച ആൾ മൂഞ്ചിയത് തന്നെ. എന്തായാലും നമ്മൾ അൻവർക്ക പറഞ്ഞത് സത്യം തന്നെയായിരിക്കും. കാരണം അദ്ദേഹം തെളിവുകളില്ലാതെ യാതൊന്നും അങ്ങനെ പറയാറില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം ബാക്കി വിശേഷങ്ങൾ. എന്നാൽ ടാങ്കറിൽ വെള്ളം അടിച്ചുകൊണ്ടിരുന്ന സതീശന് കണ്ടെയ്നറിൽ 150 കോടി കൊണ്ടുവരാൻ കണ്ട മനക്കരുത്ത് അപാരം തന്നെ. മാത്രമോ ആംബുലൻസ് ഇതിൻ്റെ ഇടയിൽ തിരികെ ചേർത്തിട്ടുണ്ട്. ആ ലെവലിലേക്ക് കേരളം പോയി കഴിഞ്ഞാൽ 2035-2040 കാലഘട്ടത്തേക്കുള്ള വികസനം കണക്കാക്കി കർണാടകയിലെയും ഹൈദരാബാദിലെയും IT കമ്പനികൾ വാങ്ങിക്കൂട്ടിയ ഭൂമിയും ലാൻഡ് ബാങ്ക്, സ്പെഷ്യൽ എക്കണോമിക് സോൺ പെർമിഷൻ അടക്കം വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭീമൻ കെട്ടിടങ്ങളും എല്ലാം വലിയൊരു ശതമാനം പാഴാകുമെന്നും ഇതിലൂടെ തങ്ങൾക്ക് വരാനിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ലെൻഡിംഗ് ബിസിനസ് അവതാളത്തിലാകുമെന്നും ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും അവർ മനസ്സിലാക്കി. സർ, ഈ വികസന വിപ്ലവത്തെ തടയിടാൻ പോംവഴിയായി അവർ കണ്ടെത്തിയത് കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി ഈ പദ്ധതിയെ തകർക്കുക എന്നതായിരുന്നു. സർ, ഈ കൊടും ചതി ചെയ്യുന്നതിനായി, നിങ്ങൾ ശബ്ദം വെക്കും, ഈ കൊടും ചതി ചെയ്യുന്നതിനായി AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലുമായി ഈ കമ്പനികൾ പ്രാഥമികമായ ഗൂഢാലോചന നടത്തുകയും ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു. ദൗത്യം വിജയിച്ചാൽ സതീശന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു. സാർ, ഈ തിരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്താൻ എത്ര പണം ചെലവഴിക്കാനും ഈ കമ്പനികൾ അന്ന് തയ്യാറായിരുന്നു. സാർ, ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങളെപ്പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ? ഈ ആവശ്യത്തിലേക്ക് ഫെബ്രുവരി 2021 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 150 കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ VD സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത്. കേട്ടിട്ട് പറഞ്ഞോ? ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന 20 ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ 50 കോടി രൂപ വീതം 3 ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത്. അവിടെ നിന്നും 2 ആംബുലൻസുകളായി VD സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും 2021 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 150 കോടി വന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല. എനിക്കറിയുന്ന കുറച്ച് കോൺഗ്രസ് മത്സരിച്ച സ്ഥാനാർത്ഥി സുഹൃത്തുക്കളോട് ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു, നിങ്ങൾക്കൊക്കെ ഇലക്ഷൻ ഫണ്ട് എന്താ കിട്ടിയത്? ഫണ്ട് വരും, നിങ്ങൾ മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. പലരും പാവപ്പെട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വീട് പറയം വെച്ചിട്ട് ഇപ്പം എത്തിയില്ല. കിട്ടിയ കാശ്, ഈ വാങ്ങിയ കാശിന്റെ എത്ര ശതമാനം നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല, കിട്ടിയവർക്കറിയാം. ഈ പണം കേൾക്കുന്നങ്ങൾ പറയാം, നമ്മളിവിടെ ഉണ്ടല്ലോ. ഈ പണം ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് ഈ പണം കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത്. എന്നും രാവിലെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. ആ യാത്രാരേഖകൾ പരിശോധിക്കട്ടെ. 1 മാസത്തിൽ 3 തവണയെങ്കിലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടോ അല്ലോ എന്നത് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കട്ടെ. അത് കഴിഞ്ഞില്ലല്ലോ 2021 തൃക്കാക്കര തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലും മുഖ്യ വിഷയമായി നിങ്ങൾ ഉയർത്തിയത് ഈ കേരളയിൽ തന്നെയായിരുന്നു. എത്ര കോടി കിട്ടിയത് ആ തെരഞ്ഞെടുപ്പിന്? 25 കോടി. ഒരു മിനിറ്റ് സാർ, ഒന്ന് പറഞ്ഞു തീരട്ടെ, ഒരു സീരിയസ് ആയ വിഷയമാണ്. 25 കോടി. നിങ്ങൾക്കറിയോ, UDFന്റെ ആദ്യത്തെ സമ്മേളനം, ഇലക്ഷൻ സമ്മേളനത്തില് അന്ന് KPCCയുടെ പ്രസിഡന്റ് അവിടെ വന്നപ്പോ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്താ? ഇവിടെ ഇലക്ഷൻ ഞാൻ നടത്തും, എനിക്ക് KPCCയുടെ ഒരു ഔദാര്യവും ആവശ്യമില്ല എന്ന് അന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയടക്കം ഈ 25 കോടിയുടെ ബലത്തിലായിരുന്നോ എന്നൊന്ന് അന്വേഷിച്ചോട്ടെ.